Hi dear students, Computer Organization and Architecture Unit 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ തൊട്ട് മുന്നേത്തെ ക്ലാസ്സിൽ നമ്മൾ JK മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആരെങ്കിലും ആ വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രജിസ്റ്റേഴ്സ് ആണ്. എന്താണ് രജിസ്റ്റേഴ്സും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സും ആണ് നമ്മൾ ഇന്ന് ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ what is mean by registers? Registers. So in digital electronics അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഡാറ്റ ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ടന്റിനാണ് കോമ്പോണൻ്റ് ആണ് എന്ത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് സ്റ്റോർ ഡാറ്റ ഇൻസൈഡ് എ ഡിജിറ്റൽ കോമ്പോണന്റ്. ഡിജിറ്റൽ ഡിവൈസിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പോണൻ്റ് ആണ് രജിസ്റ്റേഴ്സ്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ. അപ്പം എങ്ങനെയാണ് രജിസ്റ്റേഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? സോ ബേസിക്കലി നമുക്കറിയാം ഒരു ഡിജിറ്റൽ കോമ്പോണന്റ്, ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബൈനറി ആണ് ഡാറ്റ ഉണ്ടാവും, അല്ലെ? ബൈനറി ഫോർമാറ്റിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ ബൈനറി ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഓൾറെഡി ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ നമ്മൾ പരിചയപ്പെട്ടു, അല്ലേ? എന്തായിരുന്നു അത്? ഫ്ലിപ്പ് ടോപ്സ്, അല്ലേ? ഫ്ലിപ്പ് ടോപ്സ് എന്തായിരുന്നു? ഒരു സിംഗിൾ ബിറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? കോമ്പോണൻ്റ് ആണ് എന്ത്? ഫ്ലിപ്പ് ടോപ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫ്ലിപ്പ് ടോപ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റും? ഒരു രജിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഫ്ലിപ്പ് ടോപ്പ് ബേസിക്കലി ഒരു 1 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ്. സോ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും? ഈ ഫ്ലിപ്പ് ടോപ്സിൻ്റെ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും? രജിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതാണ് അതിൻ്റെ ബേസിക്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് രജിസ്റ്റേഴ്സ് നമ്മൾ ബേസിക്കലി കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ എങ്ങനെയാണ് രജിസ്റ്റർ ഉണ്ടാക്കുന്നതും അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസും കാര്യങ്ങളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് മുമ്പ് ഒരു n ബിറ്റ് ഡാറ്റ ഒരു രജിസ്റ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ, സേ 8 ബിറ്റ് അല്ലെങ്കിൽ 12 ബിറ്റ്, വട്ട് എവർ ഇറ്റ് ഈസ്, n ബിറ്റ് ഓഫ് ഡാറ്റ ഒരു രജിസ്റ്ററിൽ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ഫ്ലിപ്പ് ടോപ്സ് ആവശ്യമുണ്ട്? നിങ്ങൾക്കറിയാം, അല്ലേ? കാരണം ഒരു ഫ്ലിപ്പ് ടോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ n ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഒരു രജിസ്റ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് n ഫ്ലിപ്പ് ടോപ്പ് ഉപയോഗിച്ചിട്ടുള്ള രജിസ്റ്റേഴ്സ് കൺസ്ട്രക്ട് ചെയ്യണം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? n ബിറ്റ്സ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. എന്താണ് ഷിഫ്റ്റ് രജിസ്റ്ററും അതിൻ്റെ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വാട്ട് ഈസ് ഷിഫ്റ്റ് രജിസ്റ്റർ? ഷിഫ്റ്റ് ചെയ്യാം. എന്താ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മീനിങ്ങിന് അർത്ഥം, അല്ലേ? മൂവ് ചെയ്യാന്ന് അർത്ഥം. സോ ഷിഫ്റ്റ് രജിസ്റ്റർ ബേസിക്കലി മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഡാറ്റ സ്റ്റോർ ചെയ്തതിന് ശേഷം രജിസ്റ്ററിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനാന്ന് പറഞ്ഞു, അല്ലേ? രജിസ്റ്ററിൻ്റെ അകത്ത് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് രജിസ്റ്റർ ആകുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ രജിസ്റ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റേജിൽ നിന്ന് വേറെ സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്ക്, അതായത് രജിസ്റ്ററിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക്, അല്ലെങ്കിൽ രജിസ്റ്ററിൻ്റെ പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റാനൊക്കെ അല്ലെങ്കിൽ മൂവ് ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് അലോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ് എന്ത് പറയുന്നത്? ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. അതായത് അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മൂവ്മെന്റ്സ് നടത്താൻ പറ്റും. ഓക്കെ, അതായത് ഷിഫ്റ്റ് ചെയ്യുക ഡാറ്റ ബേസിക്കലി, അതായത് സ്റ്റോർ ചെയ്ത ഡാറ്റനെ ഇന്റേർണലി അല്ലെങ്കിൽ ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ഓർ ഔട്ട്സൈഡ് ടു ഇൻസൈഡ് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ ആ ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ രജിസ്റ്ററിന്റെ മൂവ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഷിഫ്റ്റ് രജിസ്റ്റർ പറഞ്ഞില്ലേ മൂവ് ചെയ്യിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു. എത്ര ടൈപ്പിലാന്ന് വെച്ചാൽ 6 ടൈപ്പിൽ 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആർ ദർ ഇൻ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഷിഫ്റ്റ് റൈറ്റ് ദെൻ ഔട്ട്. എന്താ ഞാൻ പറയാം. രണ്ടാമത്തത് ഷിഫ്റ്റ് ലെഫ്റ്റ് ദെൻ ഔട്ട്. ഷിഫ്റ്റ് റൈറ്റും ദെൻ ഔട്ട്, ഷിഫ്റ്റ് ലെഫ്റ്റ് ദെൻ ഔട്ട്. ഓക്കെ, സോ ഇത് രണ്ടും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് പാരലൽ ഷിഫ്റ്റ് ഇൻ. ഷിഫ്റ്റ് ഇൻ. അതേപോലെ നാലാമത്തത് പാരലൽ ഷിഫ്റ്റ് ഔട്ട്.
പാരലൽ ഷിഫ്റ്റ് ഇന്നും പാരലൽ ഷിഫ്റ്റ് ഔട്ടും, ഇത് നാലും അല്ലെങ്കിൽ ഇനി രണ്ടെണ്ണം കൂടെ പറയേണ്ടത്, അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം ഇതൊന്ന് നമുക്ക് എഴുതി വെച്ചിട്ട് എന്താണെന്ന് പറയാം. ഓക്കെ, പാരലൽ ഇന്നും പാരലൽ ഷിഫ്റ്റ് ഔട്ടും. ഓക്കെ, സോ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ആണ് റൊട്ടേറ്റ് റൈറ്റ്. ആറാമത്തത് റൊട്ടേറ്റ് ലെഫ്റ്റ്. ആറ് തന്നെ റൈറ്റും ലെഫ്റ്റിനാണ് ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ ഇതൊന്നുമില്ല എന്നുള്ളൂ. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആണ്, അതായത് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, രജിസ്റ്ററിൻ്റെ അകത്ത് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയാം അല്ലേ, രജിസ്റ്ററിനെ മൂവ് ചെയ്യിപ്പിക്കുന്നതിന് 6 ടൈപ്പിലാണ് നമുക്ക് മൂവ്മെന്റ്സ് ഉള്ളത്. ഷിഫ്റ്റ് റൈറ്റ് ദെൻ ഔട്ട് എന്തായിരിക്കും? ഒരു പൊസിഷൻ റൈറ്റിലേക്ക് പോവാം, അതും ഇങ്ങനെ പോയി പുറത്തേക്ക്, അതായത് ഈ രജിസ്റ്ററിനകത്ത് നിന്ന് പുറത്തേക്ക് പോവാം. ഷിഫ്റ്റ് ലെഫ്റ്റ് ദെൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ ഇൻസൈഡ് ലെഫ്റ്റിലേക്ക് പോകും, ദെൻ ആ രജിസ്റ്ററിന്റെ കോമ്പോണൻസിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ചാടും. അതാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് ദെൻ ഔട്ട് എന്ന് പറഞ്ഞാൽ. പാരലൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ ഡാറ്റയും ഒരുമിച്ച് രജിസ്റ്ററിനകത്ത് ഒരുമിച്ച് കയറുന്നതിന് പാരലൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പാരലൽ ഷിഫ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ രജിസ്റ്ററിനകത്ത് നിന്ന് പുറത്തേക്ക് എല്ലാ ഡാറ്റയും ഒരുമിച്ച് പോകുന്നതിനാണ് പാരലൽ ഔട്ട് എന്ന് പറയുന്നത്. റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് റൈറ്റുമായിട്ട് ചെറിയ സാമ്യമുണ്ട്, പക്ഷേ അത് ലാസ്റ്റത്തത് പുറത്തേക്കല്ല പോകുന്നത്, അത് പുറത്തേക്ക് പോയി തിരിച്ച് നേരെ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരും. റൊട്ടേറ്റ് ലെഫ്റ്റിൽ അത് നേരെ തിരിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് റൈറ്റിൻ്റെ എന്താണോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഞാനിത് ഓരോന്നും ഒരു ഡയഗ്രാം വെച്ച് കാണിക്കാം. അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഈ ലെഫ്റ്റും റൈറ്റും ചിലപ്പോൾ ചെറുതായിട്ട് മാറും, കാരണം ഞാൻ ഉപയോഗിക്കുന്നത് ഈ വീഡിയോ ഫ്ലിപ്ഡ് ആണ്, അതായത് റിവേഴ്സ് ആണ്, മിറേർഡ് ആണ്. സോ റൈറ്റും ലെഫ്റ്റും ചെറുതായിട്ട് മാറുന്നതാണ്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു 4 ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. ഷിഫ്റ്റ് റൈറ്റും ഷിഫ്റ്റ് ദെൻ ഔട്ട് ഞാൻ പറയാം. ആദ്യം ഷിഫ്റ്റ് റൈറ്റ്. സോ ഇതിൻ്റെ അകത്ത് ഡാറ്റ ഉണ്ടാവും, അത് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. നിങ്ങൾ വീഡിയോയിൽ ഒരു പക്ഷേ ലെഫ്റ്റിലേക്കായിട്ട് കാണുന്നുണ്ടാവും, അത് ഞാൻ ഈ വീഡിയോ മിറർ ചെയ്യുന്നതുകൊണ്ടാണ്. സോ റൈറ്റിലേക്ക് ഒരു പൊസിഷൻ പോകും, ഇവിടുന്ന് ഇവിടേക്ക് പോകും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകും, ഇങ്ങനെ പോകും, ദെൻ ഔട്ട് ഡാറ്റ. സോ ഇതിനെയാണ് ഷിഫ്റ്റ് റൈറ്റ് ദെൻ ഔട്ട്, റൈറ്റ് സൈഡിലേക്ക് പോവുക. സോ ഷിഫ്റ്റ് ലെഫ്റ്റ് ദെൻ ഔട്ട് എന്തായിരിക്കും? ദെൻ ഓപ്പോസിറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡാറ്റ കയറും, അത് നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോകും, അടുത്ത പൊസിഷനിലേക്ക് പോകും, അടുത്തതിലേക്ക് പോയി ദെൻ പുറത്തേക്ക് ചാടും. ഷിഫ്റ്റ് റൈറ്റ്, ഷിഫ്റ്റ് ലെഫ്റ്റ് ദെൻ ഔട്ട്. സോ ഇതെല്ലാം ഇതിൻ്റെ പൊസിഷൻ ആണ്. സോ ഈ ഫിഗറിൽ ഞാൻ 4 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്റ്ററാണ് ഇവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. സോ 4 പൊസിഷനുകളും 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. സോ ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോവുക, ദെൻ പുറത്തേക്ക് പോവുക. ഷിഫ്റ്റ് ലെഫ്റ്റ് ദെൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഓരോ പൊസിഷൻ പോവുക, ദെൻ പുറത്തേക്ക് ചാടുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, മൂവ്മെന്റ്സ് ആണ് ഈ പറയുന്നതല്ല. സോ രണ്ടാമത്തത് പാരലൽ ഷിഫ്റ്റ് ഇന്നും പാരലൽ ഷിഫ്റ്റ് ഔട്ടും. ഇപ്പം ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഇത് തൊട്ട് മുമ്പത്തെ പറഞ്ഞപ്പോൾ അല്ലേ. സോ ഒരു 4 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ രജിസ്റ്ററാണ്. സോ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട് അവിടെ. പാരലൽ ഷിഫ്റ്റ് ഇൻ, പാരലായിട്ട് ഇൻ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് ഡാറ്റ രജിസ്റ്ററിനകത്തേക്ക് വരിക. സോ ഇവിടെ ഡാറ്റ ഉണ്ടെങ്കിൽ സോ അതെല്ലാം ഒരുമിച്ച് ഈ രജിസ്റ്ററിൻ്റെ അകത്തേക്ക് 4 ഡാറ്റ ഉണ്ടെങ്കിൽ 4 എണ്ണം ഒരുമിച്ച് രജിസ്റ്ററിൻ്റെ അകത്തേക്ക് വരുന്നതിനാണ് പാരലൽ ഷിഫ്റ്റ് ഇൻ എന്ന് പറയുന്നത്. പാരലൽ ഷിഫ്റ്റ് ഇൻ. സോ വാട്ട് ഈസ് പാരലൽ ഷിഫ്റ്റ് ഔട്ട്? ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ. ഡാറ്റ ഇപ്പം ഉണ്ടാകുന്ന രജിസ്റ്റർ അകത്തായിരിക്കും, അതിനെ എല്ലാ ഡാറ്റയും ഒരുമിച്ച് നമുക്ക് പുറത്തേക്ക് ചാടിപ്പിക്കുക. അതായത് രജിസ്റ്ററിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് പാരലൽ ഷിഫ്റ്റ് ഔട്ട്. ഡാറ്റ ഇവിടുന്ന് നേരെ എല്ലാ ഡാറ്റയും ഒരുമിച്ച് പുറത്തേക്ക് പോവാം. സോ ഇതാണ് പാരലൽ ഷിഫ്റ്റ് ഔട്ട്. ക്ലിയർ ആണല്ലോ? ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ഏതാണ്? റൊട്ടേറ്റ് റൈറ്റും റൊട്ടേറ്റ് ലെഫ്റ്റും. എന്തായിരിക്കും? ആദ്യം പറഞ്ഞ റൊട്ടേറ്റ് റൈറ്റ് ദെൻ ഔട്ട് അല്ലേ, റൊട്ടേറ്റ് ലെഫ്റ്റ് ദെൻ ഔട്ട് ആയിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടാവും. ഇവിടെ ദെൻ ഔട്ട് അല്ലേ, പുറത്തേക്ക് പോയിരുന്നു, അതിന് പകരം ഇവിടെ റൊട്ടേഷൻ ആണ്, ആദ്യത്തേതിലേക്ക് തിരിച്ചു വരും. അതായത് റൊട്ടേറ്റ് റൈറ്റ് ദെൻ ഔട്ട് ആണെങ്കിൽ ഒരു ഡാറ്റ ഇങ്ങനെ കയറി അടുത്ത പൊസിഷനിലേക്ക് പോകും, അടുത്തതിലേക്ക് പോകും, ഇവിടേക്ക് പോയി ഇത് പുറത്തേക്കല്ല പോകുന്നത്, ഈ ഡാറ്റ നേരെ തിരിച്ച് ഇവിടേക്ക് വരും. ഓക്കെ, സോ ഞാനിവിടെ പറഞ്ഞത് റൊട്ടേറ്റ് റൈറ്റ് ആണ്. ഫിഗറിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്കായിരിക്കും കാണുന്നുണ്ടാവുക. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഈ മിറേർഡ് ഇമേജ് നിങ്ങൾ കാണുന്നതുകൊണ്ടാണ്. ദെൻ റൊട്ടേറ്റ് ലെഫ്റ്റ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് അല്ലേ, ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും, ഓരോ പൊസിഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ദെൻ ഈ ഔട്ടിൽ പോകുന്നതിന് പകരം നേരെ അത് ഫസ്റ്റ് പൊസിഷനിലേക്ക് പോകും. ഇതാണ് റൊട്ടേറ്റ് ലെഫ്റ്റ്. സോ ഇതാണ് ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ അകത്തുള്ള 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്, ഡാറ്റ മൂവ്മെൻറ്റ്സ് ആണത്. ഓക്കെ,
ഷിഫ്റ്റ് റൈറ്റ് ദെൻ ഔട്ട്, ഷിഫ്റ്റ് ലെഫ്റ്റ് ദെൻ ഔട്ട്, പാരലൽ ഷിഫ്റ്റ് ഇൻ, പാരലൽ ഷിഫ്റ്റ് ഔട്ട്, ദെൻ റൊട്ടേറ്റ് റൈറ്റ്, റൊട്ടേറ്റ് ലെഫ്റ്റ്. എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണ്. ഇത് എക്സാം ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ഇതുവരെയെല്ലാം ചോദിക്കാം. ഇനി അങ്ങോട്ടുള്ളത് അതൊരു 4 ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞത് മൂവ്മെന്റ്സ് ആണ്. ഒരു രജിസ്റ്ററിൻ്റെ അകത്ത് എങ്ങനെയാണ് ഡാറ്റ മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ 6 എണ്ണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഇറ്റ് ഈസ് മൂവിങ് ഇൻസൈഡ് ഡാറ്റ ഇൻസൈഡ് ദ രജിസ്റ്റേഴ്സ്. രജിസ്റ്ററിൻ്റെ അകത്ത് ഡാറ്റ എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നുള്ളതനുസരിച്ച് നമുക്കിതിനെ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ആ 4 കാറ്റഗറിയാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട് ആൻഡ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. ഇങ്ങനെ 4 കാറ്റഗറി ആണുള്ളത്. അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. Types of shift registers. ഓൾറെഡി നമ്മൾ എന്താണ് രജിസ്റ്ററും അതിൻ്റെ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സും ഒക്കെ പറഞ്ഞു. സോ ഡിപ്പെൻഡിങ് ഓൺ ദി മൂവ്മെൻറ്റ്സ്, അതായത് രജിസ്റ്ററിൻ്റെ അകത്ത് ഡാറ്റ മൂവ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തത്. 4 ടൈപ്പിലാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്. അതായത് ഡാറ്റ രജിസ്റ്ററിൻ്റെ അകത്തേക്ക് വരുന്നതിനനുസരിച്ചാണ്. സീരിയൽ ഇൻ, സീരിയൽ ഫാഷനിലാണ് അകത്തേക്ക് വരുന്നത്. സീരിയൽ ഔട്ട്, ഡാറ്റ പുറത്തേക്ക്, അതായത് രജിസ്റ്ററിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നതും സീരിയൽ ഫാഷനിലാണ്. അതാണ് സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സീരിയൽ ഇൻ, പാരലൽ ഔട്ട്. സീരിയൽ ഇൻ, ഡാറ്റ രജിസ്റ്ററിൻ്റെ അകത്തേക്ക് വരുന്നത് സീരിയൽ ഫാഷനിലാണ്. ഡാറ്റ രജിസ്റ്ററിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നത് പാരലൽ ആണ്, പാരലായിട്ടാണ്. സീരിയൽ ഇൻ, പാരലൽ ഔട്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ കാറ്റഗറിയാണ് പാരലൽ ഇൻ, പാരലൽ ഔട്ട്. അതായത് ഡാറ്റ അകത്തേക്ക് കയറുന്നത്, രജിസ്റ്ററിൻ്റെ അകത്തേക്ക് കയറുന്നത് പാരലായിട്ടാണ്, അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നതും പാരലായിട്ടാണ്. ദെൻ ലാസ്റ്റ് കാറ്റഗറി, ഫോർത്ത് കാറ്റഗറിയാണ് പാരലൽ ഇൻ, സീരിയൽ ഔട്ട്. അതായത് ഡാറ്റ അകത്തേക്ക് കയറുന്നത് പാരലൽ ഫാഷനിലാണ്, പക്ഷെ അകത്ത് കയറി ഡാറ്റ പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, അത് സീരിയൽ മോഡിലാവും. പാരലൽ ഇൻ, സീരിയൽ ഔട്ട്. രജിസ്റ്ററിൻ്റെ അകത്തേക്ക് ഡാറ്റ കയറുന്നത് പാരലാണ്, പക്ഷേ രജിസ്റ്ററിൻ്റെ അകത്തുനിന്ന് കയറിയ ഡാറ്റ പുറത്തേക്ക് പോകുമ്പോൾ അത് സീരിയൽ ഫാഷനിലാണ്. അപ്പം ഈ 4 ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കോമൺ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് അല്ലേ, രജിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. നമ്മൾ ഉപയോഗിക്കുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. അപ്പം സീരിയൽ ഇൻ, സീരിയൽ ഔട്ട് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സീരിയൽ ഇൻ, സീരിയൽ ഔട്ട് എന്ന് പറഞ്ഞാൽ രജിസ്റ്ററിന്റെ അകത്തുനിന്ന് ഡാറ്റ അല്ലെങ്കിൽ രജിസ്റ്ററിലേക്ക് ഡാറ്റ കയറുന്നത് എങ്ങനെയായിരിക്കും, സീരിയൽ ഫാഷൻ ആണ്. അതൊരു സിംഗിൾ ലൈനിൽ 1 by 1 ആയിട്ടാണ് ഡാറ്റ കയറുന്നത്. അതാണ് സീരിയൽ ഫാഷൻ. നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരു ക്യൂ ഒക്കെ പോകുന്ന പോലെ. അത് ഡാറ്റ അകത്ത് കയറി അത് പുറത്തേക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, സീരിയൽ ഫാഷനിലാണ്. അതായത് 1 by 1 മാത്രമേ നമുക്ക് ഔട്ട്പുട്ടും തരുന്നുള്ളൂ ഈ സീരിയൽ ഇൻ, സീരിയൽ ഔട്ട് രജിസ്റ്റേഴ്സ്. അപ്പോൾ അതിന്റെ വർക്കിംഗും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡയഗ്രാം വെച്ചിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രജിസ്റ്റേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സീരിയൽ ഇൻ, സീരിയൽ ഔട്ട് രജിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് സി, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി. അതിന് ഇൻപുട്ടിന് ഡി എ, ഡി ബി, ഡി സി, ഡി ഡി, അതേപോലെ ഔട്ട്പുട്ട് ക്യു എ, ക്യു ബി, ക്യു സി, ക്യു ഡി അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് അത് സിങ്ക്രണസ് ആണ്. അതെല്ലാത്തിലേക്കും നമുക്ക് ക്ലോക്ക് പൾസ് കണ്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഡാറ്റ ഇൻപുട്ട്, ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഡാറ്റ എപ്പോഴും ഞാൻ 1010 ഈ ഒരു ഡാറ്റയാണ് എനിക്ക് രജിസ്റ്ററിൻ്റെ അകത്തേക്ക് കയറ്റി അത് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യമുള്ള പുറത്തേക്ക് കിട്ടേണ്ടത്. ഓക്കെ, അതെങ്ങനെയാണ് അകത്തേക്ക് കയറുന്നതും അകത്തത് പുറത്തേക്ക് വരുന്നതും നമുക്ക് നോക്കാം. ഡിപ്പെൻഡിങ് ഓൺ ദിസ് 4 ടൈപ്സ്, ഈ 4 ടൈപ്പിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ ആദ്യം ഞാൻ പറഞ്ഞത് സീരിയൽ ഇൻ, സീരിയൽ ഔട്ട് ആണ്. സോ ഇവിടെ ഡാറ്റ ഇവിടെയാണ് വരുന്നത്, സീരിയൽ ഫാഷനിലാണ് ഡാറ്റ ഇൻപുട്ട് വരുന്നത്. അതായത് 1010 എന്നുള്ളത് ഇവിടെ വരും 1010. ഓക്കെ, ദെൻ സീരിയൽ ആയിട്ട് ഡാറ്റ പോകുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കണക്ഷൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് തൊട്ട് മുന്നേത്തെ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡി ബി എന്ന് പറയുന്നത് ക്യു എ ആയിരിക്കും. സോ ഇവിടുന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ട്. അതേപോലെ തൊട്ട് ഡി സി എന്ന് പറയുന്നത് ക്യു ബി ആയിരിക്കും. ആൻഡ് ഡി എന്ന് പറയുന്നത് ക്യു സി ആയിരിക്കും.
അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അത് നമ്മൾ നേരിട്ട് കണക്ഷൻ കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇൻപുട്ട് ഇവിടെ കൊടുക്കും, സീരിയലായിട്ട് 1 by 1 കൊടുക്കും. ആൻഡ് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇവിടെയാണ്, ഡാറ്റ ഔട്ട്പുട്ട്. നമുക്ക് ഡാറ്റ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാൻ നമുക്ക് ഒരു 4 ക്ലോക്ക് പൾസ് പോകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു ക്ലോക്ക് പൾസിനനുസരിച്ചാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വർക്ക് ചെയ്യാൻ നമുക്കറിയാം. സോ ഓരോ ക്ലോക്ക് പൾസിലും എന്താ ഉണ്ടാവുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്ന തൊട്ട് മുന്നേ നമുക്ക് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും ഇൻപുട്ട് നോക്കാം. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് അറിയാമല്ലേ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സിംഗിൾ ഇൻപുട്ട് ആണ്, എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഔട്ട്പുട്ടിന് ഡി ഭാഗത്ത് 1 കൊടുത്താൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഫ്ലിപ്പ് ഫ്ലോപ്പിന് 0 ഇൻപുട്ട് കൊടുത്താൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് നമുക്ക് 0 പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് ബേസിക്കലി. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് പോകുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ഈ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഇത് പോകുന്നത്, സീരിയലാണ്. അപ്പോൾ ആദ്യം 0 ആണ് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഇൻപുട്ട് ഇപ്പോൾ നമ്മൾ ബോധർ ചെയ്യേണ്ട, കാരണം ക്ലോക്ക് പൾസിലൊന്നും നടന്നിട്ടില്ല. അപ്പം ഉള്ള വാല്യൂ എന്താണ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഡാറ്റ മാത്രമാണ് നമ്മളിപ്പം ബോധർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് പോകും. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എൻ്റെ ഇൻപുട്ട് എന്താണ്, 0 ആണ്. സോ അത് എന്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, 0 തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതിൻ്റെ ഒന്നും ഔട്ട്പുട്ട് നമ്മളിപ്പോൾ ബോധർ ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് പോയി, ഒരു വാല്യൂ 0 എന്നുള്ള വാല്യൂ ഈ രജിസ്റ്ററിൻ്റെ അകത്തേക്ക് പോയി. 1 by 1 പോകുള്ളൂ. അതാണ് സീരിയൽ ഫാഷൻ്റെ പ്രത്യേകത അല്ലേ. ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടിയതുമില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലോക്ക് പൾസ് നമ്പർ 2 പാസ് ചെയ്തു. ഇൻപുട്ട് എന്താണ്, ഇവിടെ 1 വരും. ഈ 0 ഓൾറെഡി പോയി കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഇൻപുട്ട് എന്താണ്, 1. ഈ 1 ആണ് ഇവിടെ വരുന്നത്. ദെൻ ബി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇപ്പം ഒരു ഇൻപുട്ട് ഉണ്ട് അല്ലേ. തൊട്ട് മുന്നത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്താണ്, 0. സോ ആ 0 ഇവിടെ വരും. സോ രണ്ടാമത്തെ ക്ലോക്ക് പൾസ് വരുമ്പം എ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് 1 ആണ്, അത് ഈ 1 ആണ്. ബി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് 0 ആണ്, അത് തൊട്ട് മുമ്പത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ്, അത് നേരെ വരും. സോ രണ്ടാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്നു, ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നു. ഇതിന്റെ ഒന്നും നമ്മളിപ്പോൾ ബോധർ ചെയ്യുന്നില്ല, ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നു. സോ എന്റെ ഇൻപുട്ട് 1 ആയതുകൊണ്ട് അത് ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യും. ബിന്റെ ഇൻപുട്ട് 0 ആയതുകൊണ്ട് അത് 0 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ 2 ക്ലോക്ക് പൾസ് പാസ് ചെയ്തപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. ഇവിടെ ഈ റിസൾട്ട് ഇവിടെ ഔട്ട്പുട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ദെൻ തേർഡ് ക്ലോക്ക് പൾസ് പോകുന്നു. മൂന്നാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്തു. അപ്പോൾ ഇൻപുട്ട് എന്താണ്, ഇവിടെ ഈ 1 പാസ് ചെയ്ത് പിന്നെ എന്താണ്, ഇത് 0 ആണുള്ളത്, ഈ 0. സോ 0 വരും. ഇവിടെ ബി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ്. ഇപ്പം ഇതിന്റെ ഔട്ട്പുട്ട് എത്രയാണ്, 1 ആണ്, അത് ഇവിടെ വരും. ആൻഡ് സിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആണ്. സോ 0 വരും. ഇവിടെ നമ്മളിപ്പോൾ ബോധർ ചെയ്യുന്നില്ല. സോ മൂന്നാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്നു. ഈ 3 ഫ്ലിപ്പ് ഫ്ലോപ്പും വർക്കിംഗ് നമുക്കറിയാം, അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഇത് നമുക്ക് അറിയില്ല, കാരണം ഇവിടെ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയാത്തതുകൊണ്ടാണ്. സോ മൂന്നാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്തു. 0 ആണ് ഇവിടെ ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. 1 ആണ് ഇവിടെ ഇൻപുട്ട്, ഔട്ട്പുട്ട് 1 ആയിരിക്കും. 0 ആണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് 0 ആയിരിക്കും. 3 പാസ് ചെയ്തപ്പം സി ഫ്ലിപ്പ് ഫ്ലോപ്പിന് വരെ ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ ഔട്ട്പുട്ട് എന്നുള്ള നിലക്ക് ഈ എൻ്റെ രജിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ളത് ഡാറ്റ ഔട്ട്പുട്ട് ഇവിടെ വരുന്നത്, അത് ഇവിടെ കിട്ടിയിട്ടില്ല. ദെൻ ഫൈനൽ ക്ലോക്ക് പൾസ് പാസ് ചെയ്യാണ്. ഫോർത്ത് ക്ലോക്ക് പൾസ് പാസ് ചെയ്യാൻ പോവാണ്. സോ ഫോർത്ത് ക്ലോക്ക് പൾസിൽ, നാലാമത്തെ ക്ലോക്ക് പൾസിൽ നമുക്ക് ഡാറ്റ ഇവിടെ ഒരു വാല്യൂ കൂടെ അകത്തേക്ക് പോകാണ്ട് 1 അല്ലേ. ബി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇപ്പോഴത്തെ ഇൻപുട്ട് എന്താണ്, 0 ആണ് ഇൻപുട്ട് വരുന്നത് അല്ലേ. സോ ഈ 0 ആണ് ഇവിടെ ഔട്ട്പുട്ട് വന്നത്, ആ 0 ഇവിടേക്ക് കിട്ടും. തൊട്ട് മുമ്പത്തെ സീൻ്റെത് ഔട്ട്പുട്ട് എന്താണ്, 1 ആണ് ഇവിടെ ഔട്ട്പുട്ട് ഉള്ളത്. ബീൻ്റെ ഔട്ട്പുട്ട് അത് സീൻ്റെ ഇൻപുട്ടായിട്ട് വരും. സോ 1 ഇവിടെ വരും. ആൻഡ് ഡിക്ക് ഇപ്പം ഒരു ഇൻപുട്ട് ഉണ്ട്. തൊട്ട് മുമ്പത്തെ സീൻ്റെ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്, അത് ഇവിടെ ഇൻപുട്ടായിട്ട് വരും. സോ നാലാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്നു. ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പും വർക്ക് ചെയ്യുന്നു. ഇവിടെ 1 ഔട്ട്പുട്ടാണ്, സോ ഇത് 1 ആവും. ഇത് 0 ആണ് ഔട്ട്പുട്ട്, ഇവിടെ 0 ആവും. ഇത് 1 ആണ്, സോ ഇവിടെ 1 കിട്ടും. ദെൻ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് 0 ആണ്, സോ നമുക്ക് ഡാറ്റ ഔട്ട്പുട്ട് 0 കിട്ടും. സോ നാലാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 4 ബിറ്റ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള രജിസ്റ്റർ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് 0 കിട്ടുന്നത്. അതായത് ഫസ്റ്റ് ഇവിടെ കയറിയിട്ടുള്ള ഈ 0 ആണ് നമുക്കിവിടെ 4 ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്നോട്ട് ഇവിടെ എത്തുന്നത്. അതായത് ഓരോ ക്ലോക്ക് പൾസിലും ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലൂടെ പാസ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പുറത്തേക്ക് ചാടി അല്ലേ. അങ്ങനെ അഞ്ചാമത്തത് പാസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും അല്ലേ. അഞ്ചാമത്തെ ക്ലോക്ക് പൾസ് പോകുമ്പം അടുത്ത ഇൻപുട്ടായിട്ടുള്ള ഈ 0 കിട്ടി, പിന്നെ ഇത് കിട്ടും. ആറാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പത്തെ 0 കിട്ടും. ഏഴാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും 1.
സോ നമ്മൾ കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത മുഴുവൻ ഇൻപുട്ടും ഈ 4 ഇൻപുട്ടാണ് ഉള്ളത്. ആ 4 ഇൻപുട്ടും 4 ബിറ്റാണുള്ളത്. ആ 4 ബിറ്റ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് 7 ക്ലോക്ക് സൈക്കിൾ ആവശ്യമുണ്ട് ഒരു സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. അതിന് കാരണം 1 ബിറ്റ് അറ്റ് എ ടൈം മാത്രമേ അകത്തേക്ക് കയറുന്നുള്ളൂ, അതേപോലെ 1 ബിറ്റ് അറ്റ് എ ടൈം മാത്രമേ അത് പുറത്തേക്കും വരുന്നുള്ളൂ. സോ ഇതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഫാഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ മോഡലായിട്ടുള്ള ഇപ്പം സീരിയൽ ഔട്ട് നമ്മളിവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മോഡലായിട്ടുള്ള സീരിയൽ ഇൻ പാരലൽ ഔട്ട് എന്താന്ന് നോക്കാം. സോ ഇവിടെ വ്യത്യാസം എന്താണ്? സീരിയൽ ഇൻ ആണ്, അതായത് അകത്തേക്ക് കയറുന്നത് സീരിയൽ ഫാഷനിൽ തന്നെയാണ്, പക്ഷേ ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? പാരലൽ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ അപ്പം കണക്ഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താ ഞാൻ ഇവിടെ കാണിക്കാം. പാരലൽ ആയിട്ട് ഡാറ്റ കിട്ടണം നമുക്ക് അല്ലേ? പാരലൽ ആയിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്സിനും നമുക്ക് എന്ത് വേണം? ഔട്ട്പുട്ട് കിട്ടണം. അതിനെയാണ് നമ്മൾ പാരലൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇവിടെ ഉപയോഗിച്ച 4 ABCD 4 ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെയും ഔട്ട്പുട്ട് നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ കണക്ഷനിൽ ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു ഔട്ട്പുട്ട് ലൈൻ നമ്മൾ എടുക്കും, ഇവിടുന്ന് ഒരു ഔട്ട്പുട്ട് ലൈൻ നമ്മൾ എടുക്കും, രണ്ടാമത്തേത്. ഓക്കെ, സോ ഇവിടുന്ന് ഒരു ഔട്ട്പുട്ട് ലൈൻ, ഇവിടുന്ന് ഒരു ലൈൻ, മൂന്നാമത്തേത് ഇവിടുന്ന് ഒരു ലൈൻ, നാലാമത്തെ ഓൾറെഡി ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും, ഔട്ട്പുട്ട് അവിടെ കിട്ടും. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കാം നമുക്ക്. ഓക്കെ, ഈ ഒരു കേസിൽ ഫസ്റ്റ് ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്നു, നിങ്ങൾ ഈ ബാക്കിയുള്ള നമ്പേഴ്സ് ഒന്നും ഇപ്പോൾ ബോധർ ചെയ്യേണ്ട. ഫസ്റ്റ് ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പം നേരത്തെ സീരിയൽ ആയിട്ട് ഇൻപുട്ട് എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. 1 ബിറ്റ് അറ്റ് എ ടൈം. ഈ 0 ആദ്യം ഇവിടെ വരും അല്ലേ? 1 വരുന്ന സമയത്ത് 0 വരും. ആ 1 ക്ലോക്ക് പൾസ് പാസ് ചെയ്താൽ ഔട്ട്പുട്ട് 0 കിട്ടും. ആ 0നെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്പുട്ട് കിട്ടും. ഇതൊന്നും ഔട്ട്പുട്ട് ഈ സമയത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യും നോക്കാം നമുക്ക്. രണ്ടാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ഇതിന്റെ എന്റെ ഇൻപുട്ട് 1 ആണ്, ബിന്റെ ഇൻപുട്ട് 0 ആണ് അല്ലേ? സോ ആ സമയത്ത് QA എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? രണ്ടാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പോൾ QA 1 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ 0 നമുക്ക് ഇവിടുന്ന് പോവും. സോറി, അതവിടെ വെക്കാം നമുക്ക്. സോ ഇത് ഫസ്റ്റ് ക്ലോക്ക് പൾസിലാണ് 0 വരുന്നത്. രണ്ടാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്നതോടുകൂടി ആ 0 മാറിയിട്ട് ഇവിടെ 1 ആണ്. സോ 1 ആവും ഔട്ട്പുട്ട്. അതേപോലെ ഇവിടെ ഇൻപുട്ട് 0 ആയിരുന്നു, രണ്ടാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്ത് തൊട്ട് മുമ്പ് ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് 0 കിട്ടും. സോ ഈ 0 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയി. സോ അറ്റ് പ്രസന്റ് ഇൻപുട്ട് എന്താണ്? ഔട്ട്പുട്ട് കിട്ടുന്നത് 1ഉം 0 നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രം QA ആൻഡ് QB. അതായത് എയും ബിയും ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇപ്പോൾ കിട്ടി. ദെൻ മൂന്നാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യാന്ന് വിചാരിക്കാം. മൂന്നാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പോൾ ഇൻപുട്ടുകൾ എന്താ നോക്കാം. 0 ആണ് എന്റെ ഇൻപുട്ട്, ബിന്റെ ഇൻപുട്ട് 1 ആണ്, സിന്റെ ഇൻപുട്ട് 0 ആണ്. സോ മൂന്നാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പം ഇവിടെ 0 ആയതുകൊണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് 0 കിട്ടും. ഇവിടെ 1 ആണ് ഇൻപുട്ട്, സോ ഔട്ട്പുട്ട് നമുക്ക് 1 കിട്ടും. ഇവിടെ 0 ആണ് ഇൻപുട്ട്, നമുക്ക് 0 കിട്ടും. സോ 0 1 0 എന്നുള്ളൊരു ഔട്ട്പുട്ടാണ്, പാരലൽ ഔട്ട്പുട്ടാണ് നമുക്ക് മൂന്നാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നാലാമത്തെ ക്ലോക്ക് പൾസിലേക്ക് പോകാം നമുക്ക്. നാലാമത്തെ ക്ലോക്ക് പൾസ് പോകുമ്പോൾ ഇവിടെ ഇൻപുട്ട് 1 ആണ്, എന്റെ ഇൻപുട്ട് 1 ആണ്, ബിന്റെ ഇൻപുട്ട് 0 ആണ്, സിന്റെ ഇൻപുട്ട് 1 ആണ്, ഡിന്റെ ഇൻപുട്ട് 0 ആണ്, കാരണം ഈ 0 ആണ് വരുന്നത്. സോ നാലാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പോൾ 1 ആയതുകൊണ്ട് ഇവിടെ ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഔട്ട്പുട്ട് 0 പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ ഇൻപുട്ട് 1 ആയതുകൊണ്ട് ഔട്ട്പുട്ട് 1 പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ 0 ആയതുകൊണ്ട് 0 പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇവിടെ നമുക്ക് 4 ക്ലോക്ക് പൾസ് മാത്രം അല്ലേ? ഇവിടെ നമുക്ക് ടോട്ടൽ 7 ക്ലോക്ക് പൾസ് വേണ്ടിയിരുന്നു മൊത്തം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ സീരിയൽ ഇൻ പാരലൽ ഔട്ടിൽ 4 ക്ലോക്ക് പൾസ് കഴിയുന്നതോട് കൂടി തന്നെ നമുക്ക് എന്ത് കിട്ടും? മുഴുവൻ ഡാറ്റ ഔട്ട്പുട്ടും ഇവിടെ നമുക്ക് അവൈലബിൾ ആവും അല്ലേ? 1010 എന്നുള്ള ഡാറ്റ ഔട്ട്പുട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതായത് പാരലൽ ആയിട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ ഡാറ്റ കയറുന്നത് സീരിയൽ ആണെങ്കിലും കിട്ടുന്നത് പാരലൽ ആയിട്ടാണ്. സോ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഉള്ളത് മൂന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ള പാരലൽ ഇൻ പാരലൽ ഔട്ട്. എന്തായിരിക്കും? ഡാറ്റ അകത്തേക്ക് കയറുന്നതും പാരലൽ ആയിട്ടാണ്, അത് അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നതും പാരലൽ ആയിട്ടാണ്. അതിലും ഈ കണക്ഷനിൽ ഈ ഡയഗ്രാം ഒക്കെ 4 ബിറ്റ് തന്നെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കണക്ഷനിൽ ചെറിയൊരു മാറ്റം മാത്രം വരുത്തിയാൽ മതി. ആ മാറ്റം എന്താ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ പാരലൽ ഇൻ പാരലൽ ഔട്ട് വളരെ ഈസിയാണ്.
ഡാറ്റ രജിസ്റ്ററിൻ്റെ അകത്തേക്ക് കയറുന്നത് പാരലൽ ഫാഷനിലാണ്, അതേപോലെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നത് എന്താണ്, പാരലൽ ഫാഷനിലാണ്. സോ കണക്ഷൻ നിങ്ങൾ നോക്കുക. ഇതുവരെ രണ്ടിനും ഓരോന്നിൻ്റെയും ഇൻപുട്ടിലെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എല്ലാത്തിനും, അതിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ് മാത്രം. സോ നേരത്തെ പോലെ തന്നെ ഔട്ട്പുട്ട് ഓരോന്നിനും പാരലൽ എടുക്കും. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഔട്ട്പുട്ട് നമ്മൾ പാരലായിട്ട് എടുക്കും. അത് QA, QB, QC ആൻഡ് QD 4 ഔട്ട്പുട്ട്. അതുപോലെ ഇൻപുട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ മാറിയിട്ടുള്ളത്, പാരലൽ ഇൻ പാരലൽ ഔട്ട്. പാരലൽ ഔട്ട്പുട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എടുക്കുന്നു, പക്ഷേ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് എന്തായിട്ടുണ്ട്, പാരലൽ ഫാഷനിലായിട്ടുണ്ട്. അതായത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്സിനും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻപുട്ട് കൊടുക്കുക ചെയ്യുന്നത്. സോ ഇവിടെ A, B, C, D എന്ന് പറഞ്ഞ 4 എണ്ണമാണ് ഇപ്പോൾ നമുക്കുള്ളത്. സോ 4 ഇൻപുട്ട് നമ്മൾ പാരലൽ ഫാഷനിൽ കൊടുക്കും. ഇവിടെ 1 0 1 0 ആണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. സോ 1 0 1 0. സോ 1 0 1 0 നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് അല്ലേ, ഒരു ക്ലോക്ക് പൾസ്, ജസ്റ്റ് ഒരു സിംഗിൾ ക്ലോക്ക് പൾസ് പാസ് ചെയ്യും. DA, DB, DC, DD അല്ലേ, എന്താണ് 1 0 1 0 ഇവിടെ റെഡി ആയി നിൽക്കുകയാണ്. ഒറ്റ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ട് QA, QB, QC, QD ഇവിടെ പാരലായിട്ട് തന്നെ കിട്ടും. എന്ത് കിട്ടും, ഇതിൻ്റെ ഇൻപുട്ട് 1 ആണ്, ഔട്ട്പുട്ട് 1 കിട്ടും. ഇതിൻ്റെ ഇൻപുട്ട് 0 ആണ്, ഔട്ട്പുട്ട് 0 കിട്ടും. ഇതിൻ്റെ ഇൻപുട്ട് 1 ആണ്, 1 കിട്ടും. ഇതിൻ്റെ 0 ആണ്, ഔട്ട്പുട്ട് 0 കിട്ടും. സോ 1 0 1 0, അതായത് നമ്മൾ എന്താണോ കൊടുത്തത് 1 0 1 0 എന്നുള്ളത് ഒരു സിംഗിൾ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് കിട്ടും, ഈ സീരിയൽ പാരലൽ ഇൻ പാരലൽ ഔട്ടിൽ നമുക്ക് കിട്ടും. സോ ഇവിടെ നമുക്കൊരു സിംഗിൾ ക്ലോക്ക് പൾസ് മാത്രം മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്ലിയർ അല്ലേ, വളരെ സുഖമാണല്ലോ ഈ സാധനം. പാരലൽ ഇൻ പാരലൽ ഔട്ട്, ഒറ്റ ക്ലോക്ക് പൾസിൽ കാര്യങ്ങൾ കഴിയും. ഇനിയുള്ള പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞപ്പം പറഞ്ഞു അല്ലേ, ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ചെറിയ അഡീഷൻ കൂടെ ഉണ്ട്. ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് മാത്രമല്ല ചിലപ്പോൾ ഉണ്ടാവുക, ബേസിക് ഗേറ്റ്സും ഉണ്ടാവും. അത് കൺട്രോൾ ചെയ്യാനാണ്, ഈ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ, അത് രജിസ്റ്റേഴ്സിൻ്റെ അകത്തു നിന്നുള്ള ഡാറ്റ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില സമയത്ത് ബേസിക് ഗേറ്റ്സും ആവശ്യമുണ്ടായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് ഗേറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റി പറയാവുന്നതാണ്. സോ പാരലൽ ഇൻ സീരിയൽ ഔട്ടിൽ കുറച്ച് ഗേറ്റ്സും കൂടെ വരുന്നുണ്ട് ഈ ഡാറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡയഗ്രത്തിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ ഡയഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ഡയഗ്രാം. ചെറിയ അഡീഷണൽ ആയിട്ട് കുറച്ച് ഗേറ്റ്സുകളൊന്നും കാണാം നിങ്ങൾക്ക് ഇവിടെ അല്ലേ. സോ അത് ഈ ഗേറ്റ്സ് ഇതിൻ്റെ അകത്തുള്ള ഷിഫ്റ്റ് മൂവ്മെൻറ്റ്സ്, അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സിൽ നിന്ന് വേറെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഗേറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 6 ആൻഡ് ഗേറ്റ്സുകൾ അല്ലേ, 1 2 3 4 5 6. അതേപോലെ 3 ഓർ ഗേറ്റ്സും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ കൊടുത്തത് ഞാൻ പറഞ്ഞു ഈ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി നോക്കാം, ഇവിടെ പോരാഞ്ഞിട്ട് ഇവിടെ ഒരു ലൈൻ കാണാം നിങ്ങൾക്ക്, ഒരു ഗ്രീൻ ലൈനും ഒരു റെഡ് ലൈനും കാണാൻ പറ്റും. ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ലോഡാണ്. സോ അവിടെ നെഗേഷൻ കാണാം നിങ്ങൾക്ക് ലോഡിന് അല്ലേ, അതിന് അർത്ഥം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ വാല്യൂ ഇവിടെ 0 ആകുമ്പം, ഷിഫ്റ്റ് ഓർ ലോഡിൻ്റെ വാല്യൂ 0 ആകുമ്പം ഈ ലൈൻ ആക്റ്റീവ് ആവും. കാരണം നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്തിട്ട് അത് ഇവിടെ എത്തുമ്പം 1 ആവും അല്ലേ. ഇവിടെ വാല്യൂ 1 ആണെങ്കിൽ അപ്പോഴാണ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുക. അതായത് ഇതിൽ ഈ ലൈൻ, ഈ റെഡ് ലൈൻ 1 ആവും. ഇത് നോട്ട് ഗേറ്റ് ഉള്ളതുകൊണ്ട് ഈ ഗ്രീൻ ലൈൻ എന്താവും, 0 ആവും. സോ ആ വർക്കിംഗ് ഒക്കെ അറിയാം, ഷിഫ്റ്റ് ഓർ അല്ലെങ്കിൽ കോംപ്ലിമെന്റ് കൊടുത്താൽ നിങ്ങളുടെ വർക്ക് അറിയാം അല്ലേ. സോ എപ്പോഴാണ് ഗ്രീൻ ലൈൻ വർക്ക് ചെയ്യുക, ഈ വാല്യൂ 0 ആകുമ്പോഴാണ്. ഈ റെഡ് ലൈൻ വർക്ക് ചെയ്യുന്നത് ഷിഫ്റ്റിൻ്റെ വാല്യൂ അല്ലെ ഷിഫ്റ്റ് ലോഡിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ്. ഓക്കെ, അപ്പം ഇവിടെ ലോഡ് മീൻസ് ഈ A B C D 4 ഇൻപുട്ട് ആകുമ്പോൾ അല്ലേ 1 0 1 0, ഈ 4 ഇൻപുട്ടും 1 0 1 0 പാരലായിട്ടാണ് ഇൻ അല്ലേ, PI ആണ്, പാരലൽ ഇൻ സീരിയൽ ഔട്ടാണ്. സോ രജിസ്റ്ററിൻ്റെ അകത്തേക്ക് കയറുന്നത് പാരലൽ ഫാഷനിലാണ്. സോ ലോഡ് ചെയ്യുക, അതായത് രജിസ്റ്ററിൻ്റെ അകത്തേക്ക് കയറുന്നതിനാണ് നമ്മൾ ലോഡിംഗ് എന്ന് പറയുന്നത്. സോ ലോഡ് ഓപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഷിഫ്റ്റ് ലോഡിൻ്റെ വാല്യൂ ഞാൻ 0 ആക്കി. ഷിഫ്റ്റ് ലോഡ് എന്നുള്ളതിൻ്റെ വാല്യൂ ഞാൻ 0 ആക്കി. ഇത് 0 ആക്കിയപ്പം ഇത് നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് ഇവിടെയൊക്കെ എത്തുമ്പം അല്ലെ ഈ ഗ്രീൻ ലൈൻ മൊത്തം എന്താണ്, 1 ആണ്. കാരണം നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്യും. ഈ റെഡ് ലൈൻ എന്താണ്, മൊത്തം 0 ആണ്. സോ ഈ റെഡ് ലൈന് 0 ആകുന്നതുകൊണ്ട് ഗേറ്റ്സ് 4 5 6, ഈ ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് അറ്റ് പ്രസൻറ്റ് ഇവിടെ 0 കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഔട്ട്പുട്ട് 0 ആയിരിക്കും. കാരണം
എന്താണ് ഈ ഗ്രീൻ ലൈന് പോയിട്ട് ഈ റെഡ് ലൈന് ഒരു ഇൻപുട്ട്, നാലാമത്തെ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് റെഡാണ്, അഞ്ചാമത്തെ ഗേറ്റിൻ്റെ ഒന്ന് റെഡാണ്, ആറാമത്തെ ഗേറ്റിൻ്റെ ഒന്ന് റെഡാണ്. അതെല്ലാം എന്താണ് 0 ആണ്. ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഒരു ലെഗ് 0 ആയാലും ഔട്ട്പുട്ട് എന്താവും? തീർച്ചയായിട്ടും 0. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് 4, 5, 6 ഈ ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് 0 ആയി. അതേസമയം ആൻഡ് ഗേറ്റ് 1, 2, 3 നോക്കാം നിങ്ങൾ. അതിൻ്റെ ഒരു ലെഗ് എന്താണ്? 1 ആണ്. കാരണം ഇതാണ് അല്ലേ, ഈ ഗ്രീൻ ലൈനാണ് വരുന്നത്, ഈ ഗ്രീൻ ലൈന് 1 ആണ്. സോ ഒരു ലെഗ് 1 ആണ് ഇവിടെ. ഒരു ലെഗ് 1 ആവുന്നത് കൊണ്ട് ഈ 1, 2, 3 എന്നുള്ള 3 ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് നിശ്ചയിക്കുന്നത് രണ്ടാമത്തെ വാല്യൂവിനനുസരിച്ചാണ്. അതായത് മിനിമം 2 ഗേറ്റ്സ് ഉണ്ട്, മിനിമം 2 ഇൻപുട്സ് ഉണ്ടാകും ഒരു ഗേറ്റ്സ് ഉണ്ട്, ബേസിക് ലോജിക് ഗേറ്റ്സ്, ലാൻഡ് ഗേറ്റിന്. ഒരു ഇൻപുട്ട് 1 ആണ്. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ എന്താണോ അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. സോ ആദ്യം DFA നോക്കുക, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് A നോക്കുക. A ഇല്ല, അതാണ് അതിൻ്റെ ഇൻപുട്ട്. അത് നേരെ ഇവിടെ എത്തും. സോ ഈ ഇൻപുട്ട് ഇവിടെ എത്തും. ഇപ്പം ഇവിടെ വാല്യൂ നമുക്ക് ഞാൻ പറഞ്ഞു, ഷിഫ്റ്റ് ലോഡിൻ്റെ വാല്യൂ 0 ആണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. ക്ലോക്ക് പൾസ് ഒന്നും പാസ് ചെയ്തിട്ടില്ല, 0 ആണ്. ബീൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ബീൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഇത് 1, ഈ ഗേറ്റ്സ് 1 എന്താവും? 0 ആവും. കാരണം ഒരു ലെഗ് 0 ആയി. സോ ഇവിടെ 0, 0 ഒരു ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്താൽ ഇൻപുട്ട് 0 ആയി. സോ ഈ 0 ഇവിടേക്ക് എത്തി. അതാണ് ഐഡിയ. ഇനി മൂന്നാമത്തത്, ഇത് 0 ആണ്, ഇത് 1 ആണ് അല്ലേ. സീൻ്റെ വാല്യൂ 1 ആണ്. ഗേറ്റ് 2, ആൻഡ് ഗേറ്റ് 2ൻ്റെ ഓൾറെഡി ഒരു 1 വന്നു. ഈ ലെഗ് 1 ആണ്, ഗ്രീൻ ലൈന്. രണ്ടാമത്തെ ലൈനും ഈ 1 ആണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. സോ ഈ ഓർ ഗേറ്റിലേക്ക് ഇൻപുട്ട് വരുന്നതാണ് 0ഉം 1ഉം. 0ഉം 1ഉം ഓർ ഗേറ്റിലേക്ക് ഇൻപുട്ട് വന്നാൽ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും 1 ആയിരിക്കും. പിന്നെ അതേപോലെ നാലാമത്തത് ഇതിൻ്റെ വാല്യൂ 0 ആണ്. കാരണം ഇത് 0 ആയതുകൊണ്ട് ഔട്ട്പുട്ട് 0 ആണ്. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഷിഫ്റ്റ് ഓർ ലോഡിന്റെ വാല്യൂ 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാ വാല്യൂസും, അതായത് രജിസ്റ്ററിന്റെ അകത്തേക്ക് കയറേണ്ട ABCD 4 ബിറ്റ്സ് ഉണ്ട്, 1 0 1 0, അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഡ് ചെയ്തിട്ട് എവിടേക്ക് വരുത്താൻ പറ്റും? ഈ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെയും ഇൻപുട്ട് സൈഡിലേക്ക് വരുത്താൻ പറ്റും. DA DB DC DD എന്നുള്ള ഭാഗത്തേക്ക് 1 0 1 0 വരുത്തും. എപ്പം? ഷിഫ്റ്റ് ഓർ ലോഡിന്റെ വാല്യൂ 0 ആയപ്പോൾ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്ലോക്ക് പൾസ് പാസ് ചെയ്യാണ്. ക്ലോക്ക് പൾസ് 1 പാസ് ചെയ്തു. ഓക്കെ, ക്ലോക്ക് പൾസ് 1 പാസ് ചെയ്തു. ഈ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും ഇപ്പം ഔട്ട്പുട്ട് നമുക്കറിയാം. അതിനെല്ലാം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് 1 പ്രൊഡ്യൂസ് ചെയ്യും, ഇത് 0 പ്രൊഡ്യൂസ് ചെയ്യും, ഇത് 1 പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ, ഇത് 0 പ്രൊഡ്യൂസ് ചെയ്യും. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്നതോടുകൂടി തന്നെ എല്ലാ ഇൻപുട്ടും അകത്തേക്ക് കയറുകയും ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. കണ്ട, ഒരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടി. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഔട്ട്പുട്ട് കിട്ടി. അതായത് ഫസ്റ്റ് അല്ലേ, ഈ റൈറ്റ് മോസ്റ്റ് ബിറ്റ് ആയിട്ടുള്ള 0 നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോഡിങ് കഴിഞ്ഞു, അതായത് പുറത്തുള്ള ഡാറ്റ നമ്മൾ അകത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പർപ്പസ്, ലോഡിൻ്റെ പർപ്പസ്, ലോഡ് വാല്യൂൻ്റെ. ഇനി നമുക്ക് എന്തില്ല, ഒന്നിനെയും അകത്തേക്ക് കയറ്റാനില്ല. നമുക്കിനി എന്തേ ഉള്ളൂ? സീരിയൽ ആയിട്ടാണ് ഔട്ട്പുട്ട്. അപ്പം ഇവിടെ ഓരോ ഔട്ട്പുട്ടുകൾ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഇതിനെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ രജിസ്റ്ററിനെ പുറത്തേക്ക് വരുത്തണം. അത് എന്ത് ഫാഷനിലേ പോകുള്ളൂ? സീരിയൽ ഔട്ടാണ്. സീരിയൽ ഫാഷനിലെ 1 by 1 പോകുള്ളൂ. അതിനാണ് ഈ ബാക്കിയുള്ള അറേഞ്ച്മെന്റ്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യും? ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ വാല്യൂ ഇപ്പം 1 ഉള്ളത് എന്താക്കി? 0 ഉള്ളത് എന്താക്കും? 1 ആക്കും. അത് 1 ആക്കുമ്പം ഈ ലൈന് മൊത്തം 0 ആവും അല്ലേ, ഈ ലൈൻ മൊത്തം 0 ആവും. സോ ഗേറ്റ് 1ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. 2ന്റെ വാല്യൂ 0 ആയിരിക്കും. 3ന്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം ഇവിടെ 1 ആയതുകൊണ്ട് നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്തിട്ടാണ് ആൻഡ് ഗേറ്റ് 1 2 3ലേക്ക് എത്തുന്നത്. സോ ഈ 3 ഗേറ്റ്സിന്റെ വാല്യൂസ് 0 ആയിരിക്കും. അതേ സ്ഥാനത്ത് 4 5 6 എന്നുള്ള ഈ 3 ആൻഡ് ഗേറ്റിന്റെ ഒരു ലെഗ് ഇപ്പം എന്താണ്? 1 ആണ്. ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്. കാരണം ഈ ഷിഫ്റ്റ് ഓർ ലോഡിന്റെ വാല്യൂ ഇപ്പോൾ 1 ആയതുകൊണ്ട് 4 5 6ന്റെ വാല്യൂ 1 ആയി. ഓക്കെ, ഇത് 1 ആയ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ഗേറ്റ്സിന്റെ ഓപ്പറേഷൻ ഇല്ലേ, രണ്ടാമത്തെ ക്ലോക്ക് പൾസ് പോകുന്നതിന് മുന്നേ ബിന്റെയും സിന്റെയും ഡിന്റെയും വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? ഇൻപുട്ട് മാറ്റണം. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 0 ആണ്, അത് നമ്മൾ ആദ്യം കൊടുത്തത് 0 ആണ്. അത് മാറ്റിയിട്ട് അടുത്ത ഇൻപുട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഷിഫ്റ്റിന്റെ വാല്യൂ ഞാൻ 1 ആക്കി. സോ ഇതിന് ഇൻപുട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഒരു വാല്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പോയി. ഇവിടെ പിന്നെ ഇൻപുട്ട് വരാനൊന്നുമില്ല. ഈ 1 കഴിഞ്ഞു, ഷിഫ്റ്റ് ആണ്, ഇവിടെ ഇൻപുട്ട് വരുന്നില്ല. അതിന്റെ വാല്യൂ നമ്മൾ ബോധർ ചെയ്യുന്നില്ല. സോ ഈ ഇൻപുട്ട് ഇവിടെ 1 വരുന്നു. അപ്പം ഈ നാലാമത്തെ ഗേറ്റ്സ് നോക്കാൻ നിങ്ങൾ ഒരു ഇൻപുട്ട് ഓൾറെഡി 1 ആണ്, ഈ ഷിഫ്റ്റിന്റെ വാല്യൂ. രണ്ടാമത്തത് 1. സോ ഇത് 1 പ്രൊഡ്യൂസ് ചെയ്യും. ഇത് 0 ആണ്. 1ഉം 0ഉം വന്നാൽ നമുക്കിവിടെ 0 കിട്ടും. 1ഉം 0ഉം ഒരു ആൻഡ് ഗേറ്റിൽ ഓർ ഗേറ്റിലേക്ക് പാസ് ചെയ്താൽ 1 കിട്ടും.
ഇവിടെ നോക്കുക, അഞ്ചാമത്തെ ഒരു ലെഗ് 1 ആണ്, രണ്ടാമത്തെ ലെഗ് ഇത് 0 ആണ് വരേണ്ടത്. ഈ 0 വന്ന് ഇത് 0 ആയി. സോ 0യും 0 ആണ്. സോ ഇവിടെ ലെഗ് ബി സിന്റെ വാല്യൂ എന്താവും? ഡി സിന്റെ വാല്യൂ 0 കിട്ടും. അതേപോലെ ഇവിടെ ഒരു 1 ആണ് ആറാമത്തെ ആൻഡ് ഗേറ്റിലേക്ക്, രണ്ടാമത്തെ വാല്യൂ ഈ 1 ആണ് വരുന്നത്. സോ ഒരു 1 ഇവിടെ വരും. സോ ഒരു 1ഉം 0യും OR ഗേറ്റിലൂടെ പാസ് ചെയ്താൽ 1 കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് നോക്കുക നിങ്ങൾ. ഇതിൻ്റെ ബോധർ ചെയ്യേണ്ട. ഈ 1 ഇവിടേക്ക് വരും, ഈ 0 ഇവിടേക്ക് വരും, ഈ 1 ഇവിടേക്ക് വരും. സോ 0യും 1ഉം പുറത്തേക്ക് ചാടി. ഇതേപോലെ മൂന്നാമത്തെ ക്ലോക്ക് പൾസ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഓൾറെഡി 0 കിട്ടി, 1 കിട്ടി, പിന്നെ മൂന്നാമത്തെ ക്ലോക്ക് പൾസോട് കൂടി അടുത്ത 0 കിട്ടും. നാലാമത്തെ ക്ലോക്ക് പൾസോട് കൂടി എന്ത് കിട്ടും? അവസാനം ഈ എൻ്റർ ചെയ്ത 1ഉം കിട്ടി. 1 0 1 0 എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടും. സോ അറ്റ് എ ടൈമിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഓർ ലോഡിൻ്റെ വാല്യൂ 0 ആക്കിയിട്ട് നമ്മൾ എല്ലാത്തിനെയും അകത്തേക്ക് കയറ്റി, ദെൻ ഷിഫ്റ്റിൻ്റെ വാല്യൂ ഷിഫ്റ്റ് ഓർ ലോഡിൻ്റെ വാല്യൂ 1 ആക്കി നമ്മൾ കീപ്പ് ചെയ്യും. ക്ലോക്ക് പൾസ് പാസ് ചെയ്യുന്നതോടുകൂടി ഈ ഗേറ്റ് കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യും? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടും അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടാക്കി മാറ്റി ഇതിലേക്ക് എത്തി 4 ക്ലോക്ക് പൾസിലെ ടോട്ടൽ എത്ര ക്ലോക്ക് പൾസ് ഉണ്ട്? 4 ക്ലോക്ക് പൾസ് കഴിയുമ്പോഴത്തേക്കും മുഴുവൻ വാല്യൂവിനെ നമുക്ക് ഇവിടെ കിട്ടിച്ചു തരും. ഇതാണ് നാലാമത്തെ ഫോർമാറ്റ് ആയിട്ടുള്ള പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഫാഷൻ. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എസ് ഒക്കെ ചോദിക്കാറുണ്ട്. രജിസ്റ്റേഴ്സും അതിൻ്റെ ഓപ്പറേഷൻസും ഈ ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സും എങ്ങനെയാണ് അതിനെ മൂവ് ചെയ്യുന്നത് നോക്കുക. അപ്പം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ നോക്കുക, ഡയഗ്രാംസ് ഒക്കെ നോക്കി കമ്പയർ ചെയ്ത് പഠിക്കുക. ഈ 4 രജിസ്റ്ററിൻ്റെയും ഡയഗ്രാംസ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ നമുക്ക് ബാക്കി പിന്നെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.